ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സിനിമാ മേക്കർമാൻ രഞ്ജിത്ത് ഗോപിനാഥന് ജാമ്യം കിട്ടി. കൊച്ചി സ്വദേശിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത്. ലഹരി ഉപയോഗത്തിൽ സിനിമാ മേഖലയിൽ പ്രത്യേക നിരീക്ഷണം നടത്തണമെന്നാണ് എക്സൈസ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. 24 ബ്രേക്കിംഗുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, യഥാർത്ഥത്തിൽ MDMA കഞ്ചാവും ഒക്കെ ഇത്തിരി കൂടുതലായിട്ട് കൊച്ചിയിലുണ്ട് എന്നൊരു പരാതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സിനിമാ മേഖലയിലും ഇത്തിരി കൂടുതലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെയാണ് മൂലമറ്റത്ത് നിന്ന് ഈ രഞ്ജിത്ത് ഗോപിനാഥൻ എന്ന സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പക്കൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി സ്റ്റേഷൻ ജാമ്യം കിട്ടി അയാൾ പുറത്തിറങ്ങി. പക്ഷേ ഈ കേസ് അങ്ങനെ വിടാൻ എക്സൈസ് ഉദ്ദേശിക്കുന്നില്ല. ഇയാൾ പ്രധാനപ്പെട്ട സിനിമകളിലെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ എക്സൈസിന്റെ നീക്കം. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. രഞ്ജിത്തിന് കഞ്ചാവ് നൽകിയത് കൊച്ചി സ്വദേശിയാണ്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ വീട്ടിലടക്കം ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രഞ്ജിത്തിന്റെ സലൂണിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പേപ്പറുകളും അതോടൊപ്പം തന്നെ ഈ കഞ്ചാവിന്റെ കുരുവും തണ്ടുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. 3 വർഷമായി താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് രഞ്ജിത്ത് പോലീസിന് എക്സൈസിന് നൽകിയ മൊഴിയിലുള്ളത്. 10,000 രൂപ നൽകിയാണ് ഇത് വാങ്ങിയത്. മറ്റാർക്കും ഈ കഞ്ചാവ് നൽകിയിട്ടില്ല. അതായത് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും താൻ കഞ്ചാവ് കൈമാറിയിട്ടില്ല എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സിനിമാ മേഖലയിൽ സമഗ്രമായൊരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണമൊക്കെ നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. അതിന് ചിലപ്പോൾ സംഘടനകളൊക്കെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തും. നേരത്തെ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയെങ്കിൽ അത് വിജയം കണ്ടിരുന്നില്ല. എന്നാൽ ഇത്തവണ സംഘടനാ നേതാക്കളോടുകൂടി സംസാരിച്ച ശേഷം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനാണ് തീരുമാനം. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഈ ചെറിയ അളവിൽ കഞ്ചാവും MDMA ഒക്കെ കൈവശം വെക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ ജാമ്യം കിട്ടി പുറത്തു പോകുന്നു എന്നുള്ളതാണ്.